അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ട് ഈ ഒരു കുപ്പിയിലാണ്. ബേസ് കോട്ട് കൊടുത്തതിന് ശേഷം ഫസ്റ്റ് കോട്ട് പെയിൻറ് അടിക്കണം. അതിന് വേണ്ടിയിട്ട് കുറച്ച് യെല്ലോ കളർ പെയിൻറ് എടുത്തിട്ട് അതിലേക്ക് 2-3 തുള്ളി ഓറഞ്ച് കളർ കൂടി ആഡ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഫസ്റ്റ് കോട്ട് ഒന്ന് അടിച്ചു കൊടുക്കാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഇതിൻ്റെ ബേസ് കോട്ട് കൊടുക്കാൻ നേരത്ത് അതിലേക്ക് കുറച്ച് ഫെവിക്കോളും കുറച്ച് വെള്ളവും 1 തുള്ളി യെല്ലോ കളർ പെയിൻറ്റും കൂടി ആഡ് ചെയ്തിട്ടാണ് ബേസ് കോട്ട് കൊടുത്തിരുന്നത്. ഇത് നേരത്തെ എന്തോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്ത് വെച്ചിരുന്നൊരു ബോട്ടിലാണ്. അപ്പോൾ ഈ ഒരു ബോട്ടിലാണ് ഇന്നത്തെ വർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ ഇത് മുഴുവനായിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ടും കൂടി ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ മുഴുവനായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ സെക്കൻഡ് കോട്ടും കൊടുക്കുന്നത് ആദ്യം കൊടുത്ത അതേ കളറാണ്. യെല്ലോ കളറിലേക്ക് 2-3 തുള്ളി ഓറഞ്ച് കളറും കൂടി ആഡ് ചെയ്തിട്ട് അതാണ് സെക്കൻഡ് കോട്ടായിട്ടും കൊടുക്കുന്നത്. നമ്മൾ പെയിൻറ്റ് മിക്സ് ചെയ്യുമ്പോൾ ഒരു ബോട്ടിൽ മുഴുവൻ അടിക്കാനുള്ള പെയിൻറ്റ് ഒരുമിച്ച് മിക്സ് ചെയ്തെടുക്കണം. ഇത് കുറച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ മിക്സ് ചെയ്യുമ്പം ആ കളറ് കുറച്ച് വ്യത്യാസം വരാനുള്ള ചാൻസ് ഉണ്ട്. ഇത് മുഴുവനായിട്ടൊന്ന് അടിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഉണങ്ങാൻ വെക്കണം. ഇതിപ്പോൾ ഒന്ന് ഉണക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇനി ഒരു കപ്പിൾ ഇമേജ് വരച്ചെടുക്കുക. വരയ്ക്കാൻ ഒട്ടും അറിയാത്തവരാണെങ്കിൽ ഇതിന് മുന്നേ ഞാൻ ചെയ്ത വീഡിയോസിൽ 2-3 വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുപ്പിയിൽ എങ്ങനെയാണ് പടം വരയ്ക്കണമെന്നുള്ളത്. അതൊന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. ഇതിപ്പം മുഴുവനായിട്ട് വരച്ചെടുത്തു. പിന്നെ ഇതിലേക്ക് പെയിൻറ്റ് കൊടുക്കണം. ഇതിന് ബ്ലാക്ക് കളർ അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് ഔട്ട്ലൈൻ ആദ്യം വരച്ചു കൊടുക്കാം. ഈ ഔട്ട്ലൈൻ വരച്ച് കഴിഞ്ഞതിന് ശേഷം ആ 2 ബലൂണും ഹാർട്ട്സും റെഡ് കളറും കൊണ്ട് പെയിൻറ്റ് ചെയ്യാം. ബാക്കിയുള്ളത് ബ്ലാക്ക് കളർ വെച്ച് പെയിൻറ്റ് ചെയ്യാം. ഏറ്റവും മുകളിലായിട്ട് ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് പെയിൻറ്റ് ചെയ്ത് കൊടുത്തത്. ഇപ്പം നമ്മുടെ പെയിൻറ്റിംഗ് ഒക്കെ കഴിഞ്ഞു. ബോട്ടിലായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ആർക്ക് വേണമെങ്കിലും ഗിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ബോട്ടിലാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.